ലോകത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കാം. സ്വദേശത്തേക്കും വിദേശത്തേക്കും യാത്ര ചെയ്യാം സൂര്യയിലൂടെ. പാസ്പോർട്ട്, എമിഗ്രേഷൻ, ഫ്ലൈറ്റ് ടിക്കറ്റ്സ്, വിസ സ്റ്റാമ്പിംഗ്, സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ, വിസിറ്റിംഗ് വിസ, ഹോളിഡേ പാക്കേജസ്, ഉംറ പാക്കേജുകൾ, ഹോട്ടൽ ബുക്കിംഗ്, ഇൻഷുറൻസ്, ഫോട്ടോസ്റ്റാറ്റ്, ലാമിനേഷൻ, പാൻ കാർഡ്, റബ്ബർ സീൽ. സൂര്യ ഇന്റർനാഷണൽ ട്രാവൽസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻസ്, വടക്കാഞ്ചേരി, ചേലക്കര, ഡൽഹി, ദുബായ്, ഇപ്പോൾ ആറങ്ങോട്ടുകരയിലും. ഫോൺ 9447268947 8056999614. നമസ്കാരം, എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. PSC കോഴ വിവാദത്തിൽ പ്രമോദ് കോട്ടൂളിയെ പുറത്താക്കിയ CPM നടപടിക്ക് പിന്നാലെ കോഴിക്കോട് കേന്ദ്രമാക്കി CPMന്റെ പ്രമുഖ നേതാക്കൾ നടത്തിയ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകളുടെ പിന്നാമ്പുറ കഥകൾ പുറത്തേക്ക് വരുമെന്ന് സൂചന. കോഴിക്കോട്ടെ CPMന്റെ പ്രമുഖ നേതാക്കളുമായി ബന്ധപ്പെട്ട് റിയൽ എസ്റ്റേറ്റ് അടക്കമുള്ള വൻ സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന സമാന്തര സംഘം പ്രവർത്തിക്കുന്നുവെന്നത് പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ചയായ വിഷയമാണ്. ഈ ശൃംഖലയിലെ കണ്ണിയായ പ്രമോദ് കോട്ടൂളിക്കെതിരെ നടപടിയെടുക്കാൻ ജില്ലാ കമ്മിറ്റി നിർബന്ധിതമാകുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ശക്തമായി ഇടപെട്ടതാണ് മാസങ്ങൾക്ക് മുൻപ് ഒത്തുതീർത്ത PSC കോഴയിൽ നടപടിക്ക് ജില്ലാ കമ്മിറ്റിയെ നിർബന്ധിതമാക്കിയത്. എന്നാൽ തന്നെ മാത്രം ബലിയാടാക്കിയതിലുള്ള അമർഷമാണ് പ്രമോദ് കോട്ടൂളിയെ നേതൃത്വത്തിനെതിരെ തിരിയാൻ പ്രേരിപ്പിക്കുന്നത്. PSC കോഴ ഇടപാടിൽ പ്രമോദിന്റെ പങ്ക് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. 2 പ്രാദേശിക BJP നേതാക്കളുമായി ചേർന്നാണ് പ്രമോദ് ക്രമക്കേടിന് ശ്രമം നടത്തിയതെന്നും CPM വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. ആദ്യം ചെക്ക് വാങ്ങിയ ശേഷം പിന്നീട് അത് തിരികെ നൽകി പണം കൈപ്പറ്റിയെന്നും പാർട്ടി അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ടത്രേ. ഏരിയ കമ്മിറ്റി അംഗം മാത്രമാണെങ്കിലും CPMന്റെ പ്രമുഖ നേതാക്കളുമായി അടുത്തിടപഴകാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ആളാണ് പ്രമോദ് കോട്ടൂളി. CITUവിന്റെ പ്രമുഖ നേതാവിന്റെ പിന്തുണ പ്രമോദിന് ലഭിച്ചിരുന്നു. അതേസമയം കുറെ കാലമായി മന്ത്രി മുഹമ്മദ് റിയാസിന്റെ എതിർചേരിയിലാണ് പ്രമോദ് നിലയുറപ്പിച്ചിരിക്കുന്നത്. തന്റെ പേര് പറഞ്ഞ നിയമനത്തിന് പണം വാങ്ങിയ വിവരം പുറത്തു വന്നതോടെ റിയാസ് തന്നെയാണ് പാർട്ടിക്ക് പരാതി നൽകിയത്. ജില്ലാ നേതൃത്വം ഒതുക്കാൻ ശ്രമിച്ച കോഴ വിവാദം മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയതും CPMലെ ഒരു വിഭാഗമാണ്. PSCയുമായി ബന്ധപ്പെട്ടതും ഒരു പരാതിയും പാർട്ടിക്ക് മുന്നിൽ ഇല്ലെന്നും പാർട്ടിയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്നതും പാർട്ടി അച്ചടക്കത്തിന് നിരക്കാത്തതുമായ കാര്യങ്ങളാണ് പ്രമോദിനെതിരെ കണ്ടെത്തിയതെന്നുമാണ് CPM ജില്ലാ സെക്രട്ടറി P. മോഹനൻ പറയുന്നത്. എന്നാൽ എന്താണ് അച്ചടക്ക ലംഘനമെന്ന് വിശദീകരിക്കാൻ തയ്യാറുമല്ല. പ്രമോദിനെതിരെ നടപടിയെടുക്കുമ്പോൾ തന്നെ കോഴ ഇടപാടിൽ ഉൾപ്പെട്ട ചില പ്രമുഖരെ സംരക്ഷിക്കാനാണ് പാർട്ടി ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പ്രമോദിനെ നിശബ്ദനാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കോഴ മാഫിയയിലെ കണ്ണികളായ പ്രമുഖരുടെ പേരുകൾ ദിവസങ്ങളിൽ പുറത്തേക്ക് വരും. ന്യൂസ് ഡെസ്ക്, എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, Facebook ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.